Hello friends, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആപ്പിൾ വാച്ച് അൾട്രാൻ്റെ ക്ലോണാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ കുറേ വീഡിയോ കാണുന്നതായിരിക്കും, പ്രത്യേകിച്ച് നമുക്ക് ഹിന്ദി വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ക്ലോൺ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മോഡലാണ് സംഭവം. 2800 രൂപയ്ക്ക് പ്രൈസ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെയർ ഫിറ്റിൻ്റെയാണ് ഉണ്ട്. ആക്ച്വലി വെയർ ഫിറ്റ് ബ്രാൻഡിൻ്റെയാണ്. HW8 ഞാൻ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഫുള്ളി ക്ലോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അറിയിരിക്കും, നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് ഇതിൻ്റെ കുറേ കോപ്പി അടിക്കുന്നുണ്ട്. പെബിൾ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോൾ ഇതേ ഡിസൈനിലോ ഇതേ സംഭവത്തിൽ അവരുടെ വാച്ച് ഇറക്കുന്നുണ്ട്. പെബിൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോൾ ബോട്ട് അങ്ങനെ കുറേ ഉണ്ട്. എന്താ പറയുക, ഫയർ സ്റ്റാർക്ക് പേരെന്താ എന്താ പറയുക കറക്റ്റ് ബോൾട്ട്, ഫയർ ബോൾട്ട്, അതൊക്കെ ഫുൾ ഒരു 90% അവരുടെ പ്രൊഡക്ട്സുകളും റീബ്രാൻഡഡ് ചൈനീസ് പ്രോഡക്റ്റുകളാണ്. ബോട്ടിൻ്റെ കുറച്ച് അത്യാവശ്യം 70% എന്ന് പറയാം. അത്യാവശ്യം അവർ ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ചെക്ക് നോക്കിയിട്ട് ഇറക്കുന്നു, അങ്ങനത്തെ പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഫയർ ബോൾട്ടിൻ്റെയും പെബിളിൻ്റെയും ഒക്കെ ഭയങ്കര ലോക്കലുണ്ട്. പെബിളിന് ഞാൻ കുറച്ച് മുമ്പ് നമ്മളൊരു വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. പക്ഷേ എൻ്റെ പ്രോഡക്റ്റിന് എനിക്ക് ആക്ച്വലി വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അപ്പം സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കുറേ പേരുടെ സാധനം വാച്ച് അടിച്ചു പോവുക, പിന്നെ അവരെ വിളിച്ചാൽ കിട്ടില്ല, കസ്റ്റമർ കെയറൊക്കെ ഭയങ്കര വീക്കാണ്. അതെന്താ വെച്ചാൽ ഇതെല്ലാം നോർമലി ഈ ഫയർ ബോൾട്ട് അതുപോലെ തന്നെ പെബിൾ അങ്ങനത്തെ കുറേ ഉണ്ട്. പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഫുള്ള് റീബ്രാൻഡ് ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ വെറുതെ ബ്രാൻഡ് അടിച്ച് വിട്ടുന്നതാണ് കേട്ടോ, ക്വാളിറ്റി ചെക്കോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട് 5000 താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 𝐵 നോക്കിയാൽ മതി. 𝐵 5000 മുകളിലും വരുന്നുണ്ട്, പക്ഷേ എന്നാലും ചെറിയ ഡിഫറൻസ് നമുക്ക് അവരുടെ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ 4000 റേഞ്ചിൽ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് പുതിയ മോഡൽസൊക്കെ. അവരെ നോക്കിയായിരിക്കും നല്ലത്. പിന്നെ ബോട്ടിൻ്റെയും ചിലത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇപ്പോൾ എക്സ്റ്റൻഡ് പ്രോൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്നെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില പ്രോഡക്ട്സൊക്കെ ബോട്ടിൻ്റെ പിന്നെയും കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം തനി ഫയർ ബോട്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഫയർ ബോട്ട് പെബിൾ ഒക്കെ കൂതറകളാണ്. അപ്പോൾ ഫുൾ ചൈനീസ് ആളുകൾ വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പോൾ ഇതിന് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 2 സ്ട്രാപ്പ് ബോക്സിൽ വരുന്നുണ്ട്. ചാർജും നിൽക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി നോക്കി, ഇതിപ്പോൾ 2 ദിവസമായി നമ്മൾ സംഭവം കയ്യിൽ കിട്ടിയിട്ട്. ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ചാർജ് ചെയ്തത്. എപ്പോഴും നമുക്ക് ആക്ച്വലി ഇത് ചാർജ് എത്ര 73 കാണിക്കുന്നുണ്ട് ചാർജ്, അല്ല 93 കാണിക്കുന്നുണ്ട് ചാർജ്. നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ വേണ്ടായിരിക്കും, ക്ലിയർ ആവൂ. അപ്പോൾ ഡിസ്പ്ലേയും വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്. LCD ആണ്, പക്ഷേ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്. പക്ഷേ എൻ്റെ ആപ്പ് കുറച്ച് പോരാ, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ഷനും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷോ ഓഫ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതാണ്. കണ്ടാൽ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. എന്താ വെച്ചാൽ കുറേയൊക്കെ ഒരു ആപ്പിളിൻ്റെ OSൻ്റെ ക്ലോണൊക്കെ ചേർക്കുന്നത്. പക്ഷേ എൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. പിന്നെ ഡിസ്പ്ലേ അടുത്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് പിക്സൽസ് കാണാൻ പറ്റും, അങ്ങനെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട്. പക്ഷേ 2800-2500 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഉണ്ട്. അത് ഞാൻ എന്തായാലും പറയാം. ഇതിൻ്റെ കേസിങ്ങൊക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, സ്വിച്ച് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഈ നോബ് തിരിക്കുമ്പോൾ ഒക്കെ സൗണ്ട്, ഒരു വൈബ്രേഷൻ വരെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഈ സൗണ്ട് ഉണ്ടോ? നോബ് തിരിക്കുമ്പോഴുള്ള സൗണ്ടാണത്. പിന്നെ സ്വിച്ചുകളെല്ലാം വരയ്ക്കുന്നുണ്ട്, 3 സ്വിച്ചുകളുണ്ട്. പിന്നെ ഇതിൻ്റെ UI ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ കോപ്പി തന്നെയാണ്. കുഴപ്പമില്ലാണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഷോ ഓഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഷോ ഓഫിന് വേണ്ടി. പിന്നെ ഇതിൽ നിങ്ങൾ ഫിറ്റ്നസ് സംഭവങ്ങളൊക്കെ നോക്കി വാങ്ങിക്കരുത്, ഫുൾ തെറ്റാണ് വരിക. അങ്ങനെ ചിലപ്പോൾ സെൻസറേ കാണില്ലേ തുറന്ന് നോക്കി കഴിഞ്ഞാൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് LED മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് വാങ്ങിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഫോർ ഷോ ഓഫ് ആണെങ്കിൽ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫുൾ നമ്മുടെ അൺബോക്സിങ്ങും അതിൻ്റെ ബോക്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ വെച്ച് നമ്മൾ Amazon തുടങ്ങിയാണ് ചെക്ക് കൊടുത്താക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് അപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പോകും. ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച സാധനത്തിൻ്റെ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് കണ്ടായിരിക്കും നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ ആപ്പിൾ വാച്ച് അൾട്രാൻ്റെ ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. HW8 എന്ന് പറഞ്ഞ പേരിൽ വരുന്നത്, അൾട്രാ എന്ന് പേര് വരുന്നുണ്ട്, ഇയർ ഫിറ്റ് എന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ബോക്സ് ഇങ്ങനെയൊക്കെയാണ് ബോക്സ് ഓപ്പണിങ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ സംഭവം ശരിക്കും പാക്കേജിങ് ഒക്കെ ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ പോലെയാണ്. നമ്മുടെ കേസ് മാത്രമായിട്ട് ഇവിടെ. പിന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് 2 എന്താ പറയുക ഒരു ഇതുണ്ട് കണ്ടോ, ബുക്ക്ലെറ്റ്, ചൈനീസിലും ഇംഗ്ലീഷിലുള്ള ബുക്ക്ലെറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് 2 സ്ട്രാപ്പ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമ്മളിപ്പോൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത്, പിന്നെ നോർമൽ ഒരു ഗ്രേ കളർ നോർമൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തിപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കണ്ടു. വാച്ചിൻ്റെ ഡിസ്പ്ലേ ഞാൻ അടുത്ത് കാണിച്ചു തരാണെങ്കിൽ ഞാൻ എന്തായാലും സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് നമ്മുടെ വാച്ച് വരുന്നത്. അപ്പോൾ ഇതാണ്ട് വാച്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത സംഭവമാണ്, വലിയ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിക്സലൊക്കെ അറിയാൻ പറ്റും. പിന്നെ ട്രാക്കിങ്ങിനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ വേണമെങ്കിൽ ഷോ ഓഫിന് വേണമെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. മെറ്റൽ തന്നെയാണ് ഇവിടെ വരുന്നത്. സ്വിച്ചും കാര്യങ്ങളൊക്കെ നല്ല ടാക്ടൈലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തിരിക്കുമ്പോൾ ഉണ്ട്, നമുക്ക് അതിൽ വരുന്ന നമുക്ക് പുതിയ വരുന്ന വാച്ച് ഫേസ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കണ്ടു
എൻ്റെ ലൈറ്റ് വരുന്ന കാരണം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ അതേ ലുക്കൊക്കെ തന്നെയാണ്. കണ്ടോ, നമുക്ക് സൂം ഔട്ട് ചെയ്യാം. പക്ഷേ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ കണ്ടാൽ അതിൻ്റെ എന്താ ഉണ്ടോ വേർഡ്സും ഫോൺസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറേ നേരം ചില സമയത്തൊക്കെ ഇത് ഇടയ്ക്ക് തന്നെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ പിന്നെ അതിലേക്ക് പോകാത്ത കണ്ടു. അതങ്ങനെ നമുക്ക് ഔട്ട് ഓഫ് സൂം ചെയ്യാം. പിന്നെ ഇത് തിരിക്കുമ്പോൾ ശരിക്കും ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിനൊരു ആപ്പും ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൻ്റെ പ്ലീസ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി 𝑉RFit എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് ആക്ച്വലി പ്ലേ സ്റ്റോറിൽ വേണം. പക്ഷേ അത് ആപ്പ് ഭയങ്കര മോശമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഏത് നേരം ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് കണക്ട് ആവില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്പിൻ്റെ ആരും എടുത്ത് കാണിച്ചിരുന്നില്ല. ബാക്കി ജസ്റ്റ് ഷോ ഓഫിന് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അല്ലെങ്കിൽ ഞാൻ എന്തായാലും പറയില്ല, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് വാങ്ങിച്ചാൽ മതി. അമേസ്ഫിറ്റിൻ്റെയോ ഇപ്പോൾ 5000 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അമേസ്ഫിറ്റ് വാങ്ങിക്കായിരിക്കും. അമേസ്ഫിറ്റ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പിന്നെ ബാക്കിയെല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നതൊക്കെ നോർമലി അവർ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത്. പിന്നെയും ഭേദം ബോട്ടാണ് കേട്ടോ. ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് പിന്നെയും ചിലത് അവർ ഇന്ത്യൻ മേഡിയും ഉണ്ട്, ചിലതും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത്. എന്താ വെച്ചാൽ മെയ്ഡ് ഇൻ ചൈനയാണെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. കമ്പനി മെയ്ഡ് ചൈനയിൽ പോയിട്ട് ഉണ്ടാക്കുന്നതും ചൈനത്തെ മെയ്ഡ് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ പറയുന്നത് റീബ്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ത്യൻ ബ്രാൻഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ബോട്ടും പിന്നെ ഫയർ ബോൾട്ട് ഭയങ്കര കൂതറ തന്നെയാണ്. പിന്നെ എനിക്ക് കറക്റ്റ് പേര് ഇടുന്നില്ല. ബോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 5000 താഴെയൊക്കെ നോക്കണേ. പക്ഷേ ഇപ്പോൾ അമേസ്ഫിറ്റും ഒരു 5000 താഴെയൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.